തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ കരുതിയതുപോലെ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 13 വാർഡുകളിലെ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ 8 വാർഡുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJP പിടിക്കുമെന്നുള്ള ഏതാണ്ടുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിന് അനുസരിച്ചിട്ടുള്ള ആദ്യ ഫലസൂചനകളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 8 വാർഡുകളിൽ BJP NDA ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 4 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് 2 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ UDF 2 ഇടത്ത് ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ NDA വലിയ ലീഡ് നേടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. കായംകുളത്ത് LDF ലീഡ് ചെയ്യുന്നു, ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ LDF ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോട്ടയത്ത് LDFന്റെ നേട്ടമാണ് ലീഡ് ചെയ്യുന്നു, LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും നോക്കുകയാണെങ്കിൽ LDFന്റെ വലിയ ലീഡാണ് ആദ്യ ഘട്ടങ്ങളിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് LDFന് ലീഡ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. കോഴിക്കോട് LDFന് ലീഡാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായി കോഴിക്കോട് കോർപ്പറേഷനിൽ തൃശൂർ കോർപ്പറേഷനിൽ NDA 3 ഇടത്ത് ലീഡ് ചെയ്യുന്നു, 7 ഇടത്ത് UDF, 3 ഇടത്ത് LDF, 3 ഇടത്ത് NDA. തൃശൂർ കോർപ്പറേഷനിൽ അതിശക്തമായ പോരാട്ടം ഇത്തവണ നടക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. BJP ശക്തമായ മുന്നേറ്റം നടത്തുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അവിടെ 5 ഇടത്ത് UDF, 3 ഇടത്ത് LDF, 3 ഇടത്ത് BJP NDA. തിരുവനന്തപുരത്ത് 7 ഇടത്ത് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നു. തിരുവനന്തപുരത്ത് 7 ഇടത്ത് BJP NDA ലീഡ് ചെയ്യുന്നു, 5 ഇടത്ത് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഒരിടത്തേക്കായി UDFന്റെ ലീഡ് കുറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ചരിത്രം എഴുതുമോ? തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJP പിടിച്ചെടുക്കുമോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ താമര പൂർണ്ണമായും വിരിയുമോ? ഈ ചോദ്യത്തിന് ഏതാനും മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കുമുള്ളിൽ ഫലം കിട്ടും, ഉത്തരം കിട്ടുമെന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.